Hi, hello all, welcome to my YouTube channel. നെക്സ്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അഗെയിൻ അനിത ദേശായിയുടെ ഗെയിംസ് അറ്റ് ട്വൈലൈറ്റ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. അനിത ദേശായിയുടെ നമുക്കറിയാം ബുക്കർ പ്രൈസ് 3 ടൈംസ് കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ക്ലിയർ ലൈറ്റ് ഓഫ് ദ ഡേ, അത് ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. ദെൻ അനദർ വർക്ക് എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ഫീസ്റ്റിംഗ്, പിന്നെ ക്രൈ ദ പീകോക്ക്, ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് കേട്ടോ. പിന്നെ ദേശായിയുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുവാണെങ്കിൽ പേജ് നമ്പർ 156 കൊടുത്തിട്ടുണ്ട്. വളരെ പൊയറ്റിക് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. പിന്നെ ഫിക്ഷനും ഫാന്റസിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഒരുപാട് സിമ്പിൾസ് യൂസ് ചെയ്യാറുണ്ട്. ഫ്ലാഷ് ബാക്ക് ടെക്നിക്സ് ആണ് ഇതേവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ഹർ സ്റ്റോറീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓഫ് ഹർ നോവൽസ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് വുമൺ ആയിരിക്കും. അവരുടെ ലൈഫിലുള്ള ടെൻഷനും ഒക്കെ ആയിരിക്കും. എപ്പോഴും ഒരു ഫീമെയിൽ പ്രൊട്ടഗോണിസ്റ്റ് ആയിരിക്കും. അതായത് പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്ന ഫീമെയിൽ ആയിരിക്കും. ആൻഡ് ഒരുപാട് ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ഐസൊലേഷൻ, എസ്കേപ്പിസം ആൻഡ് അഫെക്ഷൻ ഇൻ മാരേജ്, ഇതിനെക്കുറിച്ചാണ് എപ്പോഴും എഴുതുന്നത്. അതുപോലെ തന്നെ മാരിറ്റൽ പ്രോബ്ലംസിനെ കുറിച്ചും ലോസ് ഓഫ് ഹോപ്പിനെ കുറിച്ചും ഒക്കെ ഇവർ എഴുതുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് ഓൾസോ നോൺ ആസ് ദി മദർ ഓഫ് ഇന്ത്യൻ സൈക്കോളജിക്കൽ നോവൽ. സോ നമ്മുടെ ഗെയിംസ് അറ്റ് ട്വൈലൈറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറിയാണ്. ആൻഡ് അബൌട്ട് എ യങ് ബോയ് നെയിംഡ് രവി. രവിക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ബ്രദറും സിസ്റ്ററുമായിട്ടും ഒക്കെ എപ്പോഴും പോയി കളിക്കാറുണ്ട് സമ്മർ സീസണിൽ, സമ്മർ വെക്കേഷൻ സമയത്ത്. സോ ഇവന് ഭയങ്കരമായിട്ട് ആ ഗെയിം വിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ബാക്കി എല്ലാ കുട്ടികളെയും ബീറ്റ് ചെയ്തിട്ട് അവന് ജയിക്കണം ഈ ഒരു ഗെയിമിനകത്ത്. സോ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ആയിട്ടൊരു ഷെഡിൽ പോയി ഒളിച്ചിരിക്കും. അതായത് റൈറ്റ് മൊമെന്റ് ആകുമ്പോൾ പേടിപ്പിച്ച് പോയി സാറ്റ് അടിക്കണം എന്നും പറഞ്ഞ്. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യും, പിള്ളേരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു ചൈൽഡിന്റെ ഇന്നസെൻസിനെ കുറിച്ചാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് അവന് സെന്റർ ഓഫ് അട്രാക്ഷൻ ആകണം എല്ലാവരുടെയും മുമ്പിൽ. അപ്പൊ അതിനു വേണ്ടിയുള്ളൊരു ഇതാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ആരും കണ്ടുപിടിക്കാത്ത ഒരു ഡാർക്ക് ആയിട്ടുള്ള സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കും. അപ്പോൾ ഒളിച്ചിരുന്ന് ഇവൻ വിചാരിക്കുവേ വെളിയിലോട്ടങ്ങ് ഇറങ്ങി ചെന്നാലോ എന്ന് ഇടയ്ക്ക് വെച്ച് ആലോചിക്കും. കാരണം പിള്ളേരെ ഒന്നും കാണുന്നില്ല. അപ്പം ഇവൻ വിചാരിക്കും വേണ്ട, കളിയിൽ എന്തായാലും ജയിക്കണം, ആ ഒരു ജെന്യൂനിറ്റി കാണിക്കണം, എന്തായാലും എന്നെ വന്ന് പിടിക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ച് വരട്ടെ. പക്ഷെ ഇവൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഒരു 2 to 3 hours വെയിറ്റ് ചെയ്തിട്ടും ആരും ഇവനെ തേടി വരുന്നില്ല. അവസാനം ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് പ്ലേസിൽ നിന്ന് ഇവൻ കരഞ്ഞുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ റിയലൈസ് ചെയ്യുന്നത് ഇത്രയും ആളുകൾ അന്തം വിട്ടുപോയി. കാരണം ഇവർ മറന്നേ പോയി ഇവനെ ഒളിച്ചിരിക്കുന്ന കാര്യം. അവർ വേറെ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞായിരുന്നു. കരഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എന്താണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പിള്ളേരുടെ അമ്മയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഗെയിം കളിക്കാമെന്ന് പറയുമ്പോൾ ഇവൻ തിരിച്ച് കരഞ്ഞുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്, ജസ്റ്റ് പ്ലേ ചെയ്യാതെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൈൽഡ്ഹുഡിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത്. ആ ഒരു സെൽഫ് എസ്റ്റീമിന്റെ കാര്യമൊക്കെയാണ്. അതായത് ഇവൻ വിചാരിച്ചു ഇവനെ തേടി വരും. അങ്ങനെ ഇവൻ 2 hours വെയിറ്റ് ചെയ്തു. വളരെ ജെന്യൂനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും പിള്ളേരെന്ത് ചെയ്തു, ഇവന്റെ കാര്യമേ മറന്നുപോയി. അപ്പോൾ അത് വളരെ ഷെയിംഫുൾ ആയിട്ട്, എംബാരസിംഗ് ആയിട്ട് ഇവന് തോന്നി. അങ്ങനെ ഇവൻ കരഞ്ഞുകൊണ്ട് തിരിച്ചോടുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ചൈൽഡ്ഹുഡിലുള്ള ആ ഒരു ഇന്നസെൻസിന്റെ കാര്യവും സെന്റർ ഓഫ് അട്രാക്ഷൻ ആവാനുള്ള കാര്യവും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. 1978 ഫിക്ഷൻ കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റോറി. അത് അതായത് ഫാമിലിയും പിള്ളേരൊന്നും ഇഗ്നോർ ചെയ്ത് ഇടുന്ന ഒരു ഒട്ടും മനസ്സിലാകാത്തൊരു കുട്ടിയാണ് രവി എന്ന് പറയുന്നത്. ലാർജ് ഫാമിലിയിലുള്ള, അപ്പോൾ അറിയാമല്ലോ, ഇഗ്നോർ ചെയ്ത് നെഗ്ലക്ട് ചെയ്തായിരിക്കും പിള്ളേരെ ഇട്ടേക്കുന്നത് ലാർജ് ഫാമിലി ആകുമ്പോൾ. ആൻഡ് കസിന്റെ പേരാണ് രഘു ആണ് എല്ലാ കോമ്പറ്റീഷനിലും ഇവനെ എന്ത് ചെയ്യാണ് ബീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കോമ്പറ്റീഷനിലെങ്കിലും ഒന്ന് ഇവന് ഗെയിം കളിച്ച് ജയിക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് പാവ ആ ഡാർക്ക് റൂമിൽ പോയി ഒളിച്ചിരിക്കുന്നത്. അവിടെ ഒരു റൈവൽറിയുടെ ഒരു ഇമേജ് വരുന്നുണ്ട്. റൈവൽറിയുടെ ഇമേജ് എന്ന് പറയുമ്പോൾ അറിയാമല്ലേ, കസിനുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ രവി വെക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ ജയിക്കണം എന്നും ഇങ്ങനെ ഡിറ്റർമിനേഷനോട് കൂടി കുട്ടിയിരിക്കുന്നു. പക്ഷെ കളി തീർന്നിട്ടും കുഞ്ഞുങ്ങളെല്ലാം വേറെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടും ഇവനെ ആരും തിരക്കി വന്നില്ല. അപ്പോൾ രവി അപ്പോൾ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് തിരിച്ചോടുകയാണ് ചെയ്യുന്നത്. ആൻഡ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഷോക്ക്ഡായി. രവി ഇപ്പോഴും ഹൈഡ് ചെയ്തുകൊണ്ടിരുന്നതാണെന്ന്. പക്ഷെ രവി രവി സ്റ്റാർട്ടഡ് ക്രൈം. ആൻഡ് പിന്നെ എല്ലാവരും വീണ്ടും വേറെ ഗെയിം കളിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടെങ്കിലും രവി എന്ത് ചെയ്യാണ്, സങ്കടപ്പെട്ടുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. കാരണം വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് രവിക്ക് എല്ലാവരുടെയും മുമ്പിൽ തോന്നിപ്പോയി. തീം ഓഫ് ദ സ്റ്റോറി എന്ന് വെച്ചാൽ ഏലിനേഷൻ ആൻഡ് ഐസൊലേഷൻ ആണ്. ട്വൈലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്വൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഈവനിങ് പ്ലസ് നൈറ്റിന്റെ ഇടയിലുള്ള ടൈമാണ്. സന്ധ്യ എന്ന് പറയുന്നത് അതാണ് ട്വൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ട്വൈലൈറ്റ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് അൺകോൺഷ്യസ് മൈൻഡിനെയാണ്. സോ ടോൺ എന്ന് പറയുന്ന സ്റ്റോറി വളരെ സീരിയസ് ആയിട്ട് ടോണാണ്. പിന്നെ പേജ് നമ്പർ 160 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈറ്റിലിന്റെ റിലവൻസ് എന്താണെന്ന്. അതായത് ചിൽഡ്രൻ സാധാരണ ട്വൈലൈറ്റിൽ ഗെയിംസ് കളിക്കാറില്ല. അവർ മിഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ്ങിലായിരിക്കും ഗെയിം കളിക്കാറുള്ളത്. അപ്പോൾ പക്ഷേ എന്നാലും എന്താണ്
കുട്ടികൾ എന്ത് ചെയ്യാണ്, പക്ഷേ ഈവനിങ് ആ ഒരു സമയത്തും കുഞ്ഞുങ്ങൾ അമ്മമാരുടെ കൂടെ അല്ലെങ്കിൽ അമ്മമാരുടെ പെർമിഷൻ ചോദിച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാർഡനിൽ. അപ്പോൾ ആ ഗാർഡനിൽ നമ്മുടെ ഗെയിം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? രവിയാണ്. രവി അറിയുന്നില്ല വേറെ ഗെയിംസ് ഒക്കെ പിള്ളേർ കളിച്ച് തുടങ്ങിയെന്നും രവിയെ ആരും അന്വേഷിക്കുന്നില്ലെന്നും രവി അവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം പോലും ആരും അറിഞ്ഞില്ല. സോ അതാണ് ആ രവിയുടെ ഗെയിമിനെയാണ് ഗെയിം അറ്റ് ട്വൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ പേജ് നമ്പർ 160 തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എക്സ്പീരിയൻസ് ഓഫ് രവി, അത്രയും. സോ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലൈഫിനെ കുറിച്ചുള്ളൊരു മെറ്റഫറാണ്. അതായത് ചൈൽഡ്ഹുഡിലെ ജോയ്സും സോറോസും എല്ലാം തിരിച്ച് വീണ്ടും നമുക്ക് തിരികെ വരാം, കാരണം നമ്മൾ മെമ്മറീസിലുണ്ടല്ലോ. സോ അവിടെ രവിക്ക് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അബ്നോർമലി ബാഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇതെന്ന് പറയുന്നത്. രവിക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ കൊണ്ട് രവി സെൽഫ് എസ്റ്റീം കൊണ്ടിരുന്നെങ്കിലും അവന് ശരിക്കും പറഞ്ഞ ഒരു ഷെയിംഫുൾ ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിട്ടത് തോന്നിപ്പോയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.